എക്സിറ്റ് പോളിൽ തന്നെ ചെറിയ മാർജിൻ മാത്രമാണ് അല്ലെ, ABP മാട്രിക്സിന്റെ മാത്രം ഒരു ചെറിയ, പക്ഷെ അതുപോലും പറയാൻ പറ്റില്ല. കാരണം 150 സീറ്റുകൾ BJP സഖ്യത്തിന് കിട്ടുകയാണെങ്കിൽ പോലും അവിടെ 130 സീറ്റുകൾ വരെ വേണമെങ്കിൽ കിട്ടാം മഹാവികാസ് അഘാഡിക്ക്. അതുകൊണ്ട് PMARC-ന്റെ ആണെങ്കിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന രീതിയിലാണ് 137 മുതൽ 157 വരെയും 126 മുതൽ 146 വരെയും എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും അധികാരം പിടിക്കാം എന്നുള്ള രീതിയിലാണ്. മാട്രിക്സിന്റെ കുറച്ചുകൂടി BJP സഖ്യത്തിന് അനുകൂലം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പുറത്തു വന്ന 2 എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന സൂചന ചെറിയൊരു മേൽക്കൈ BJP സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്നുള്ളതാണ്. കിരൺ, പുതിയ ഏതെങ്കിലും ഫലങ്ങൾ വന്നിട്ടുണ്ടോ? ഈ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് വിവരങ്ങൾ വന്നിട്ടുണ്ട്. 150 മുതൽ 170 വരെ മഹായുതിക്ക് ലഭിക്കുമ്പോൾ 89 മുതൽ 101 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് BJP ഒന്നാമത്തെ വലിയ കക്ഷിയാവുന്നു. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന BJP തന്നെ ആവണം ഒന്നാമത്തെ വലിയ കക്ഷി. മഹായുതിയിലും ഏറ്റവും വലിയ കക്ഷിയായി തന്നെ BJP മാറുന്നു. 81 മുതൽ 101 സീറ്റ് വരെ. ശിവസേനയ്ക്ക് 37 മുതൽ 45 വരെ സീറ്റുകൾ ലഭിക്കുന്നു. ശിവസേനയെ സംബന്ധിച്ചും അത് മെച്ചപ്പെട്ട, അങ്ങനെയാണ് വിജയം നേടുന്നതെങ്കിൽ മെച്ചപ്പെട്ട വിജയം തന്നെയാണ്. NCP 17 മുതൽ 26, അജിത് പവാർ വിഭാഗത്തിലാണ് 17 മുതൽ 26 സീറ്റുകൾ വരെ നേടുന്നു. 2 NCPകൾ തമ്മിലുള്ള മത്സരം കണക്കെടുത്ത് നോക്കുമ്പോൾ NCP ശരത് പവാർ വിഭാഗം 35 മുതൽ 43, ഭരണം അധികാരത്തിലേറിയില്ലെങ്കിലും NCPകൾ തമ്മിലുള്ള മത്സരത്തിൽ 35 മുതൽ 43 സീറ്റ് വരെയാണ് NCP ശരത് പവാർ വിഭാഗത്തിന് പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NCP അജിത് പവാർ വിഭാഗം പാടെ ദുർബലമാവും, ഭരണം കിട്ടിയാൽ പോലും ദുർബലമാവുന്ന അവസ്ഥയുണ്ട്. 17 മുതൽ 26 വരെ എന്നുള്ള സ്ഥാനത്താണ് 35 മുതൽ 43 സീറ്റ് വരെ പ്രവചിക്കുന്നത്. എന്നാൽ ശിവസേനയെ സംബന്ധിച്ച് ഉദ്ധവ് താക്കറേക്കാൾ കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നത് ഏക്നാഥ് ഷിൻഡെക്കാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയായിരുന്നു ഏക്നാഥ് ഷിൻഡെ. ഷിൻഡെക്കെതിരെ കാര്യമായ ഭരണവിരുദ്ധ വികാരമില്ല എന്നതടക്കം, അല്ലെങ്കിൽ ഷിൻഡെയുടെ പദ്ധതികളടക്കം, സ്ത്രീകൾക്ക് 1500 രൂപ വെച്ച് നൽകുന്ന പദ്ധതിയടക്കം വിജയം കണ്ടു എന്ന് വേണം കരുതാൻ. ഇങ്ങനെയാണ് ഫലം വരുന്നതെങ്കിൽ 37 മുതൽ 45 സീറ്റ് വരെയാണ് അവർക്ക് ലഭിക്കുക. അവിടെ ഉദ്ധവ് താക്കറയുടെ വിഭാഗത്തിന് 21 മുതൽ 29 സീറ്റ് വരെയാണ്. കോൺഗ്രസിന് 39 മുതൽ 47 സീറ്റ് വരെയാണ് ലഭിക്കുക. ഇതാണ് ഈ കണക്ക് ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന സാധ്യതയെ സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, മാട്രിക്സിന്റെ സർവേ അനുസരിച്ച് മഹായുതി, അതായത് BJP സഖ്യത്തിന് 150 മുതൽ 170 സീറ്റ് വരെ കിട്ടുമ്പോൾ BJP നേടുന്നത് 89 മുതൽ 101 സീറ്റ് വരെയാണ്. സഖ്യകക്ഷികളിൽ ശിവസേന ഷിൻഡെ വിഭാഗം 37 മുതൽ 45 സീറ്റുകൾ വരെ, NCP അജിത് പവാർ വിഭാഗം 17 മുതൽ 26 സീറ്റ് വരെ. മറുസൈഡിൽ MVA മഹാവികാസ് അഘാഡി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന MVA 110 മുതൽ 130 സീറ്റ് വരെ. അതിൽ കോൺഗ്രസ് 39 മുതൽ 47 സീറ്റ് വരെ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 21 മുതൽ 29 സീറ്റ് വരെ. NCP ശരത് പവാർ വിഭാഗം 35 മുതൽ 43 സീറ്റുകൾ വരെ. ഇതാണ് വേർതിരിച്ചുള്ള ഓരോ പാർട്ടിയും വേർതിരിച്ചുള്ള കണക്കുകൾ. അങ്ങനെ മാട്രിക്സിന്റെ സർവേ ഫലം നോക്കുകയാണെങ്കിൽ 150 എന്നുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ മഹായുതി സഖ്യത്തിന്, BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിന് കഴിയും. MVAക്ക് 110 മുതൽ 130 സീറ്റുകൾ വരെ കിട്ടുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇതിൽ ആദ്യ ഫലമാണോ രണ്ടാമത്തെ ഫലമാണോ താങ്കൾ കൂടുതലും കണക്കിലെടുക്കുന്നത്? ഈ രണ്ട് ഫലത്തിനും മധ്യത്തിലുള്ള ഒരു നമ്പർ തീർച്ചയായിട്ടും നമുക്കൊരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മഹായുതി സഖ്യത്തിന്, BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന് ഒരു ചെറിയ മേൽക്കൈ ഉണ്ട് എന്നത് വ്യക്തമാണ്. അവിടെ ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് അവിടെ BJP എന്നത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാകും. 80 മുതൽ 100 സീറ്റ് വരെ സ്വാഭാവികമായിട്ട് ലഭിക്കാം. 150 സീറ്റോളം മത്സരിക്കുന്ന ഒരു കക്ഷിക്ക് 100 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് 3-2 നമ്പേഴ്സാണ്. അതുകൊണ്ട് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു 66% BJPക്ക് വരികയാണെങ്കിൽ തീർച്ചയായും മറ്റ് 2 കക്ഷികളുടെ സ്ട്രൈക്ക് റേറ്റ് ലേശം കുറവാണെന്ന് കാണാം. അവിടെ അജിത് പവാറിന്റെ പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് 4 സീറ്റിൽ മത്സരിച്ച് 1 സീറ്റിൽ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അജിത് പവാറിന്റെ NCP ഒരുപക്ഷെ ഇവിടെയും നിറംകെട്ട പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത്. ഇവിടെ ബാറ്റിൽ ഫീൽഡുകളിൽ 75 സീറ്റുകളിലാണ് കോൺഗ്രസ് വേഴ്സസ് BJP. അതിൽ പ്രധാനമായും വിദർഭ മേഖലയിലെ ഫൈറ്റ് പ്രധാനമായും കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു. ആ 75-ൽ ഒരു 38-40 സീറ്റോളം വിദർഭ മേഖലയിൽ മാത്രമാണ്. അതുപോലെ മറ്റൊരു ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ശിവസേനകൾ തമ്മിലുള്ള മത്സരമാണ്. 45ഓളം സീറ്റുകളിൽ ശിവസേന ഷിൻഡെ വിഭാഗവും ശിവസേന ഉദ്ധവ് വിഭാഗവും തമ്മിൽ മത്സരിച്ചു. അവിടെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ലേശം മേൽക്കൈയുള്ളതായി ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മെച്ചമാണ് എന്ന് കാണാം. അതേസമയം മറ്റേ മൂന്നാമത്തെ കക്ഷിയായ മഹായുതിയിലെ മൂന്നാമത്തെ കക്ഷിയായ അജിത് പവാറിന്റെ NCP കേവലം 52 സീറ്റിൽ മാത്രം മത്സരിച്ച് ഒരു 20 സീറ്റിലേക്ക് ഒതുങ്ങുകയാണെങ്കിൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യത
NDA മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും അജിത് പവാറിനെ എത്രത്തോളം വിശ്വസിക്കാനാവും? അതൊരു വലിയ ചോദ്യമാണ്. 20 മുതൽ 30 വരെ സീറ്റുകളുമായി അജിത് പവാർ ഒരു നിർണായക ശക്തിയായി മാറുകയാണെങ്കിൽ വിലപേശൽ എന്നത് സംഭവിക്കും. തിരിച്ച് മറുപക്ഷത്ത് UPIക്ക്, അതായത് മഹാവികാസ് അഗാദിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടായാൽ ഉദ്ധവ് താക്കറേക്കല്ല കോൺഗ്രസിന് മുഖ്യമന്ത്രി പദം പോകുമെന്ന് വന്നാൽ ഉദ്ധവ് താക്കറെ എന്തുകൊണ്ട് മറുപക്ഷത്തേക്ക് ചേർന്നുകൂടാ? സ്വാഭാവികമായി മുഖ്യമന്ത്രി പദമാണ് ഉദ്ധവ് താക്കറയുടെ വിഷയം. ഐഡിയോളജി ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് സ്വാഭാവികമായി BJPക്കും സംയുക്ത ശിവസേനയ്ക്കും ചേർന്നുകൊണ്ട് ഭരിക്കാവുന്ന ഒരന്തരീക്ഷം. ആകമാന ചിത്രം നോക്കുമ്പോൾ BJP നയിക്കുന്ന ഏത് മുന്നണിയാണോ കിരൺ ബാബു എന്താണ് ജാർഖണ്ഡിലെ ഒരു എക്സിറ്റ് പോൾ ഫലം കൂടി വന്നിട്ടുണ്ട്. ഭാരത് പ്ലസിന്റെ എക്സിറ്റ് പോൾ ഫലമാണ്. അവിടെ BJP അധികാരത്തിലേറും, JMMനെ അട്ടിമറിച്ചുകൊണ്ട് BJP അധികാരത്തിലേറും, അധികാരം തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ്. 43 സീറ്റുകൾ 81-ൽ 43 സീറ്റ് BJP, JMM 21, കോൺഗ്രസ് 9, മറ്റുള്ളവർ 4 എന്നുള്ളതാണ്. അവിടെയും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 41 സീറ്റാണ്. അതിന് 43 സീറ്റുകളിൽ BJP നേടിക്കൊണ്ട് BJP അധികാരത്തിലേറുമെന്നാണ് ഭാരത് പ്ലസിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അവിടെയും ഒരു വലിയ ഭൂരിപക്ഷം BJPക്ക് പ്രവചിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഏജൻസിയുടെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ഏജൻസികളുടെ ഫലം ഉടൻ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, അതായത് ജാർഖണ്ഡിൽ BJP അധികാരത്തിലേക്ക് വരുമെന്നുള്ള ഒരു എക്സിറ്റ് പോൾ ഫലസൂചനയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 25 സീറ്റേ BJPക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കെതിരെയുള്ള ഒരു വികാരം അവിടെ പ്രകടമാകുകയാണ്. അത് മാത്രമല്ല ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അല്ലേ, അവരെ ഒപ്പം കൂട്ടിയത് BJPക്ക് അനുകൂല ഘടകമായി മാറുകയാണ്. 81-ൽ 68 സീറ്റുകളിലെ BJP മത്സരിക്കുന്നുള്ളൂ. 10 സീറ്റുകൾ സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 3 സീറ്റും സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ 68 സീറ്റിൽ മത്സരിക്കുന്ന BJPക്ക് അവിടെ സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ പറ്റുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും വരുന്നുണ്ട്. കിരൺ, മറ്റെന്ത് അപ്ഡേറ്റ് ആണുള്ളത്? ഭാരത് പ്ലസിന്റെ അപ്ഡേറ്റ് കിട്ടിയതാണ്. 7 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് BJP അധികാരത്തിലേറുമെന്നും ഇന്ത്യ മുന്നണി JMMും കോൺഗ്രസും കൂടി ചേർന്ന് 25 മുതൽ 30 സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് മുതൽ 4 സീറ്റ് വരെ നേടുമെന്നുമാണ് പറയുന്നത്. 2 ഏജൻസികളുടെയും ഫലപ്രവചനം അനുസരിച്ച് രണ്ടിടത്തും BJPക്ക് തന്നെയാണ് എഡ്ജുള്ളത്. BJP തന്നെ അധികാരത്തിലെത്തും എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടിടത്തെയും BJPയുടെ വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി ആധികാരികമായ ജയത്തോടു കൂടിയുള്ള ഒരു ഫലമല്ല പ്രവചിക്കുന്നത്. ശരി, അങ്ങനെ കൃത്യമായിട്ട് 41 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ജാർഖണ്ഡിൽ, പക്ഷേ കഷ്ടിച്ച് ഭൂരിപക്ഷം നേടുവാനായിട്ട് BJP മുന്നണിക്ക് കഴിയും, NDAക്ക് കഴിയുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. സിബി, എങ്ങനെയാണ് താങ്കൾ കാണുന്നതിനെ? BJPയുടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ, ഈ നിയമസഭാ ഇലക്ഷനിൽ BJP ഹരിയാന മുതൽ ഇങ്ങോട്ട് നടത്തുന്ന പ്രകടനത്തിന്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ BJPയെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് വെച്ച മോദി പ്രഭാവം അടക്കമുള്ളവ വറ്റിപ്പോയിട്ടും ഈ പറഞ്ഞ അടിസ്ഥാന തലത്തിൽ നിന്ന് BJP തിരിച്ചു വരുന്ന ഒരു കാഴ്ച കൂടി ഇതിനകത്ത് നമ്മൾ കണക്കിലെടുക്കണം. കാരണം ഏറ്റവും അടിസ്ഥാനപരമായ വോട്ടുകളിൽ BJP ഉണ്ടാക്കുന്ന വ്യത്യാസവും മോദി പ്രഭാവം, ഷാ പ്രഭാവം, അല്ലെങ്കിൽ യോഗി പ്രഭാവം എന്നൊക്കെ പറഞ്ഞുള്ള പേഴ്സണൽ കൾട്ടുകളിൽ നിന്ന് BJP വിമോചിതമായിട്ട് ഒരു സംഘടന എന്ന നിലയിൽ ഗ്രാസ് റൂട്ടിൽ അത് ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ഹരിയാനയിൽ ഏറ്റവും വ്യക്തമായ സംഗതി അത് തന്നെയാണ്. കാരണം ഹരിയാനയിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷേ കേഡർ വോട്ടുകൾ, നേരത്തെ പറഞ്ഞ മോദി പ്രഭാവം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ കേഡർ വോട്ടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ അമിത ആത്മവിശ്വാസം മൂലമുണ്ടായിരുന്ന പ്രതിസന്ധികളും കൂടി ചേർന്നിട്ടാണ് ഈ പറഞ്ഞതുപോലെ BJPക്ക് തിരിച്ചു വരാനൊരു കളവൊരുക്കിയത്. ഇതേപോലെ തന്നെ പക്ഷേ ഹരിയാനയിലെ ഫലം മഹാരാഷ്ട്രയിലും ഒരു പരിധിവരെ ജാർഖണ്ഡിലും വളരെ കൃത്യമായിട്ട് കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കോൺഗ്രസിനെ മറ്റുള്ളവർ എന്ന ഗണത്തിലുണ്ട്. അത് ഈ ജയറാം മഹത്തോയുടെ പാർട്ടിക്കാണോ എന്നുള്ള കാര്യം കൂടിയുണ്ടല്ലോ. ഒരു വലിയ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള അവിടെ അപ്പോൾ 4 സീറ്റുകൾ വരെ നേടാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത അതുകൂടി ജാർഖണ്ഡിൽ പ്രതീക്ഷിക്കാമല്ലോ. ജാർഖണ്ഡിൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യതകൾ കുറവല്ലേ? കാരണം 30 സീറ്റ് വരെയല്ലേ പരമാവധി കോൺഗ്രസ് സഖ്യത്തിന് പറയുന്നുള്ളൂ. BJPക്ക് ഏതാണ്ട് 43 സീറ്റുകൾ. ഭാരത് പ്ലസിന്റെ 43 BJPക്ക്, 30 JMMനും മറ്റുള്ളവർക്ക് 4 എന്നുള്ളതാണ്. ഈ 4 പേരും അപ്പുറത്തെ മാട്രിക്സിന്റെ സർവേയിൽ 40 മുതൽ 47 വരെ എന്നാണ്. അപ്പോൾ 40ലേക്ക് വേണമെങ്കിൽ താഴാമെന്നും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ 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 അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു തൂക്കുസഭയ്ക്കും സാധ്യതയുണ്ട്. പക്ഷേ ജാർഖണ്ഡിൽ BJP അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ 2 എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. പക്ഷേ അതിൽ കൂടുതൽ മേൽക്കൈ നേടാൻ സാധ്യതയുള്ളത് BJP എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ജാർഖണ്ഡിൽ ഭരണകക്ഷിക്ക് കോട്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഇന്ത്യ സഖ്യമായിട്ടാണ് ഇത്തവണ JMMും കോൺഗ്രസും മത്സരിക്കുന്നത്. പക്ഷേ അത് തിരിച്ചടി ഉണ്ടാക്കുകയാണ്. BJP സഖ്യം
സഖ്യം NDA അവിടെ അധികാരത്തിൽ എത്തുമെന്നുള്ളതാണ്. അതവിടെ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുമായിട്ടുണ്ടാക്കിയ ആ ഒരു സഖ്യം അതും BJPക്ക് ഇത്തവണ ഗുണപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. 25 നിന്നാണ് സീറ്റ് നില 42 മുതൽ 47 വരെ BJP മുന്നണി കൂട്ടും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്.